ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി പരിഹരിക്കുന്നതിനും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങൾ നീക്കുന്നതിനും പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ നയതന്ത്ര നീക്കമെന്നത് ശ്രദ്ധേയമാണ്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് നിർണായകമാണെന്ന് ചൈന വ്യക്തമാക്കി. ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾക്ക് സൗകര്യമൊരുക്കുന്നതിലും താൽക്കാലിക വെടിനിർത്തൽ നീട്ടിക്കൊണ്ടു പോകുന്നതിലും ഇസ്ലാമാബാദ് നടത്തുന്ന ഇടപെടലുകളെ വാങ് യി പ്രശംസിച്ചു. അന്താരാഷ്ട്ര സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ മേഖലയിൽ എത്രയും വേഗം സമാധാനം കൊണ്ടുവരാൻ പാകിസ്ഥാന് സാധിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളുടെ നിലവിലെ പുരോഗതിയെക്കുറിച്ച് ഇഷാഖ് ദാർ ചൈനയെ വിശദമായി ധരിപ്പിച്ചു. സംവാദങ്ങളിലൂടെ പ്രശ്നപരിഹാരം കാണാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് ചൈന നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. മേഖലയിലെ സ്ഥിരതയ്ക്കായി ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തുടരുമെന്നും ചൈനയും സ്വന്തം നിലയിൽ ഇതിനായി സംഭാവനകൾ നൽകുമെന്നും വാങ് യി ഉറപ്പ് നൽകി. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ നിർണായക ചർച്ച നടന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. UN ഉൾപ്പെടെയുള്ള ആഗോള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിച്ച് ശബ്ദമുയർത്താനും ബഹുതല സഹകരണം ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. 75ാം വാർഷികം ഒരു അവസരമായി കണ്ട് ചൈനയുമായുള്ള എല്ലാ മേഖലകളിലെയും സഹകരണം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായി ഇഷാഖ് ദാർ പ്രതികരിച്ചു. ലോകം വലിയ മാറ്റങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന സാഹചര്യത്തിൽ ചൈന പാക് സഖ്യം ആഗോള സമാധാനത്തിന് അനിവാര്യമാണെന്ന് ഇരു നേതാക്കളും അടിവരയിട്ട് പറഞ്ഞു. അതേസമയം ഇറാൻ വിഷയത്തിൽ ചൈനയുമായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ലഘൂകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടക്കാനിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ വിഷയത്തിൽ ചൈനയുമായി വലിയ തർക്കങ്ങളില്ലെന്നും ചൈനീസ് നിലപാട് താരതമ്യേന തൃപ്തികരമാണെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. 2 മാസത്തിലേറെയായി തുടരുന്ന ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചൈന തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണമെന്ന് അമേരിക്ക നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കണമെന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ ബീജിംഗിലേക്ക് തിരിക്കും മുൻപ് ഈ വിഷയത്തിലെ ഭിന്നതകൾക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. അതേസമയം ഇറാൻ വിഷയത്തേക്കാൾ വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഫെന്റനൈൽ പോലുള്ള മാരക മരുന്നുകളും കടത്ത് തടയുന്നതിനും മുൻഗണന നൽകാനാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നീക്കം. ഇറാൻ വിഷയത്തിൽ ചൈനയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന വിലയിരുത്തലിലാണ് ട്രംപിന്റെ പുതിയ മനംമാറ്റം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് ചൈന നൽകുന്ന പിന്തുണയും ഇറാനിയൻ എണ്ണയുടെ പ്രധാന വാങ്ങലുകാർ ചൈനയാണെന്നതും നേരത്തെ വലിയ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.